അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുൻകാല പ്രവാചകന്മാരിൽപ്പെട്ട ഒരാൾ സൂര്യനെ പിടിച്ചു നിർത്തിയ ഒരു സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 3124 ഹദീസ് നമ്പറായി ഉദ്ധരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, قال رسول الله صلى الله عليه وسلم وذا نبي من الأنبياء അമ്പിയാക്കളിൽപ്പെട്ട ഒരു നബി യുദ്ധത്തിന് ഒരുങ്ങി. فقال لقومه അപ്പോൾ തൻ്റെ ജനതയോട് യുദ്ധത്തിൻ്റെ ആമുഖമായി പറയുകയുണ്ടായി, لا يتبعني رجل ملك بضع امرأة وهو يريد أن يبني بها ولما يبني بها. വിവാഹം ചെയ്തിട്ട് ഭാര്യയുമായി സംസർഗം നടത്താൻ അഥവാ വീട്ടിൽ കൂടാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ വിവാഹം ചെയ്തിട്ടുണ്ട്, ഭാര്യയുമായി സല്ലപിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന് ആ ഭാര്യയുമായി ബന്ധപ്പെടണമെന്ന അതീവമായ താല്പര്യത്തിലാണ്, വീട്ടിൽ കൂടിയിട്ടില്ല എന്നർത്ഥം. അങ്ങനത്തെ ഒരാൾ ഈ യുദ്ധത്തിൽ പങ്കാളിയാകാൻ പാടില്ല. മാത്രമല്ല, വലാ അഹദുൻ ബനാ ബുയൂതൻ വലം യർഫഅ സുഖൂഫഹ, ഒരാൾ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ മച്ച് വാർത്തിട്ടില്ല, മേൽക്കൂര ഉയർത്തിയിട്ടില്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മെയിൻ സ്ലാബ് വാർത്തിട്ടില്ല. അങ്ങനത്തെ ഒരാളും എൻ്റെ കൂടെ യുദ്ധത്തിന് വരാൻ പാടില്ല. വലാ അഹദുൻ ഇഷ്തറാ ഗനമൻ ഔ ഖലിഫാത്തിൻ വഹുവ യൻതദിറു വിലാദഹ, ഒരാൾ ഒരു ആടിനെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയോ വാങ്ങി, അതിന് ഗർഭിണിയാണ്, ഇന്നോ നാളെയോ അത് പ്രസവിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. അങ്ങനത്തെ ആളും എൻ്റെ കൂടെ യുദ്ധത്തിന് വരാൻ പാടില്ല എന്ന് ആ നബി പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പുള്ള ഒരു നബിയുടെ അവസ്ഥ പറയുകയാണ്. യൂശഅ നബി അലൈഹിസ്സലാം ആയിരുന്നു ഈ പ്രവാചകൻ എന്ന് ഇതിൻ്റെ വിശദീകരണത്തിലും മറ്റു റിവായത്തുകളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് വിവാഹം ചെയ്തിട്ട് വീട്ടിൽ കൂടിയിട്ടില്ലാത്ത ആളുകൾ യുദ്ധത്തിന് വരരുത്. അതുപോലെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ മേൽക്കൂര വാർത്തിട്ടില്ല, അങ്ങനത്തെ ആള് യുദ്ധത്തിന് വരരുത്. മൃഗത്തെ വാങ്ങി ഇന്നോ നാളെയോ അതിൻ്റെ പ്രസവം നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരും യുദ്ധത്തിന് വരാൻ പാടില്ല. ഏതായിരുന്നാലും ഫഗസാ, ആ പ്രവാചകൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫദനാ മിനൽ ഖറിയത്തി സ്വലാത്തൽ അസ്രി ഔ ഖരീബൻ മിൻ ദാലിക, അങ്ങനെ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അസർ നിസ്കരിക്കാനുള്ള സമയം തീരാനായി, അതുവരെ യുദ്ധമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഫഖാല, ആ പ്രവാചകൻ പറഞ്ഞു, ലിശംസി, സൂര്യനെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നകി മഅ്മൂറ വഅന മഅ്മൂർ, നീ അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായവളാണ്. സൂര്യനോട് പറയുന്നു, വഅന മഅ്മൂറുൻ, ഞാനും അതുപോലെ അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായ ആളാണ്. എനിക്ക് നിസ്കരിക്കണം, നിനക്ക് അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിനക്ക് സഞ്ചരിക്കണം, അസ്തമിക്കാൻ പോവാണ്. സൂര്യനെ നോക്കിയിട്ട് യൂശഅ നബി അലൈഹിസ്സലാം പറയുകയാണ്, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹ്ബിസ്ഹാ അലൈനാ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സമയം വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ആ സൂര്യനെ നീ പിടിച്ചു നിർത്തണമേ എന്ന് അല്ലാഹുവിനോട് അപേക്ഷ കൊടുക്കുകയാണ്. അല്ലാഹു തആല ആ സൂര്യനെ പിടിച്ചു നിർത്തി. ഫഹുബിസത്, ആ സൂര്യനെ പിടിച്ചു നിർത്തി. ഹത്താ ഫതഹല്ലാഹു അലൈഹി, എത്രത്തോളം? ആ നാട്ടിലെ യുദ്ധം ചെയ്ത് വിജയം വരിക്കുന്നത് വരെയും ആ സൂര്യനെ അല്ലാഹു തആല പിടിച്ചു നിർത്തി.
അങ്ങനെ യുദ്ധം കഴിഞ്ഞ് അവർ അസർ നിസ്കരിച്ചതിന് ശേഷമാണ് ആ സൂര്യൻ പിന്നീട് സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ യൂസാ നബി അലൈഹിസ്സലാമിന് ഒരു അനുഭവമുണ്ടായി എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇമാം ബുഖാരി 3124 ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, സൂര്യൻ നമ്മുടെ കാഴ്ചയിൽ ചെറിയ ഒരു ഗോളമാണ്. പക്ഷേ നാസ ശാസ്ത്രജ്ഞർ അമേരിക്കയിൽ നിന്ന് അവസാനമായി ഗവേഷണം നടത്തിയത് നമ്മുടെ ഈ ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടിയാണ് സൂര്യൻ്റെ വലുപ്പമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ഭാഷ 12 ലക്ഷം ഭൂമിയെ സൂര്യനിൽ കൊണ്ടുപോയി ഇട്ടാൽ പിന്നെയും 1 ലക്ഷം ഭൂമിയെ സൂര്യനിൽ നിക്ഷേപിക്കാൻ മാത്രം സ്പേസ് ഉണ്ട്. അപ്പോൾ 13 ലക്ഷം ഇരട്ടി. നമ്മുടെ ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ കൊല്ലം ജില്ല പോലും നമ്മൾ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. ഇനി കേരളം ഒന്ന് എടുത്തു നോക്കി, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്ന് പറയുന്നത് നീളത്തിൽ കിടക്കുകയാണ്, നമ്മളെവിടെ എത്തിയിട്ടില്ല. ഈ ഇന്ത്യ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഉണ്ട് അതിൻ്റെ സംസ്ഥാനങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര രാഷ്ട്രങ്ങളാണ്. ഈ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിൻ്റെ 1/4 ഭാഗം മാത്രമാണ്. ബാക്കിയുള്ള 3 ഭാഗവും കടലായിട്ടങ്ങ് കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളിവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങേ തലവരെ കിടക്കുന്നുണ്ട് ലോകം. ഇതുപോലെ ഏത് ഭാഗത്തേക്ക് എത്ര വിജനമായ സ്ഥലത്ത് എന്നാലും അതങ്ങ് കിടക്കുകയാണ്. അപ്പൊ ഈ ഇത്രയും വിശാലമായ ഈ ഭൂമി എന്ന ഈ ഗോളം 13 ലക്ഷം ഇതുപോലെ ഭൂമിയെ നിക്ഷേപിച്ചാലും പിന്നെയും സൂര്യനിൽ സ്പേസ് ബാക്കിയാണ് എന്ന് പറയുമ്പോൾ സൂര്യൻ എന്ന് പറയുന്ന ഗോളത്തിന്റെ വലുപ്പം എത്രയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ആ സൂര്യനെയാണ് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുന്നത്. അല്ലാഹുവേ, ആ സൂര്യനെ നിർത്തണം. ഇവിടെ യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സമയം വേണം എന്ന് പറയാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. മഹാനവറുകൾ തവാഫ് ചെയ്യാൻ വേണ്ടി കഅബാലയത്തിന്റെ അരികിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കൾ അതിന് സമ്മതിച്ചില്ല. അങ്ങനത്തെ ഒരു ഘട്ടമുണ്ടായി, ഒരു സംഭവം. അപ്പോൾ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി വേണമെങ്കിൽ കഅബം എന്നെ വന്നിട്ട് തവാഫ് ചെയ്തോട്ടെ, ഞാൻ പോവാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ പറച്ചിൽ കേട്ടിട്ട് കഅബ ഒന്ന് ഇളകിയെന്ന റിഫായിമാരിൽ നമുക്ക് കാണാം. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ വഹാബികൾ കളിയാക്കാറുണ്ട്. ഓ, കഅബ ഒരാൾക്ക് വേണ്ടി ചലിക്കുക, എന്തൊരു ബഡായിയാണ്. ബഡായി പറയുമ്പോൾ ഒരു പാകത്തിൽ പറയേണ്ടതെന്ന് പറയും. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ നോക്കൂ, സൂര്യൻ എന്ന് പറയുന്ന അതിമഹത്തായ ഒരു വലിയ ഗോളത്തെ, ഭൂമിയുടെയൊക്കെ 13 ലക്ഷം ഇരട്ടിയുള്ള ഒരു ഗോളത്തെ ഒരു പ്രവാചകൻ നിൽക്കാൻ പറയാണ്, നിൽക്കുകയാണ് അവിടെ. അല്ലാഹു തആല ഒരു അടിമയെ സ്നേഹിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് മാറ്റവും അല്ലാഹു വരുത്തും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമാണ്. അങ്ങനെ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ അല്ലാഹുമ്മ ഹ്ബിസ്ഹാ അലൈന, ഈ സൂര്യനെ നീ ബന്ധസ്ഥനാക്കണം. അങ്ങനെ ഫഹുബിസത്ത്, ആ സൂര്യനെ പിടിച്ചു നിർത്തപ്പെട്ടു. ഹത്താ ഫതഹല്ലാഹു അലൈഹി, ആ രാജ്യത്തെ യുദ്ധം ചെയ്ത് വിജയം വരിക്കുന്നത് വരെയും സൂര്യനെ തടയപ്പെടുകയാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സമരാർജിത സ്വത്തുണ്ടാവും, ഗനീമത്ത് സ്വത്ത്. അതെല്ലാം ഒരുമിച്ച് കൂട്ടി ഫജമഅൽ ഗനായിമ, ഗനീമത്ത് സ്വത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടി. ഫജാഅത്ത് യാനി അന്നാർ ലിതഅകുലഹാ ഫലം തത്അംഹാ. പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പൊന്നും യുദ്ധം കഴിഞ്ഞ് കിട്ടുന്ന സ്വത്ത് എടുക്കാൻ പാടില്ലായിരുന്നു. അന്നൊക്കെ ഉണ്ടായിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, യുദ്ധം കഴിഞ്ഞിട്ട് ആ സ്വത്തുക്കളൊക്കെ മരുഭൂമിയിൽ ഒരുമിച്ച് കൂട്ടും. സ്വർണവും വെള്ളിയും വാളും പരിചയം കുതിര എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഈ യുദ്ധം ചെയ്യുന്ന മൈതാനിയിൽ ഒരുമിച്ച് കിട്ടും.
എന്നിട്ട് പറയും, പടച്ചവനെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെടുത്തോളാൻ പറയും. അപ്പോൾ ഒരു തീ ഇങ്ങനെ ഇറങ്ങി വരും, എന്നിട്ടത് വിഴുങ്ങി അങ്ങോട്ട് കൊണ്ടുപോകും. ഇങ്ങനെയായിരുന്നു പഴയ കാലത്ത്, അങ്ങനെയായിരുന്നു. പക്ഷേ യൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ യുദ്ധം നടത്തി, ഈ മുഅ്ജിസത്തൊക്കെ കാണിച്ച ഈ യുദ്ധം നടത്തിയിട്ട് ഗനീമത്ത് സ്വത്ത് കൊണ്ടുപോകാൻ വേണ്ടി ദ്വാരന്ന് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ തീ ഇങ്ങനെ ഇറങ്ങി വന്നു. പക്ഷേ ആ തീ ആ ഗനീമത്ത് സ്വത്തിനെ വിഴുങ്ങിയില്ല. അങ്ങനെ വന്നപ്പോൾ ഫഖാല, മഹാനായ പ്രവാചകൻ പറഞ്ഞു, യൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നബി തങ്ങൾ വിവരിക്കുകയാണ്, ഇന്ന ഫീകും ഗുലൂലാ, നിങ്ങളിൽ ആരോ ഒരാൾ മോഷ്ടാവുണ്ട്. ഗനീമത്ത് സ്വത്തിൽ നിന്ന് ആരോ എന്തോ മോഷണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ ഗനീമത്ത് സ്വത്ത് കൊണ്ടുപോകാത്തത്. അതുകൊണ്ട് എന്ത് വേണം? ഫല്യുബായിഅനി മിൻ കുല്ലി ഖബീലത്തിൻ റജുലൻ, ഓരോ കബീലയിൽ നിന്നും ഓരോരുത്തർ വന്നിട്ട് എന്നെ ബൈഅത്ത് ചെയ്യണം, മുസാഫാത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ഓരോരുത്തരും വന്നിട്ട് എൻ്റെ കൈ പിടിക്കണം എന്നല്ല. അങ്ങനെ ഓരോരുത്തരും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചപ്പോൾ ഫലസിബത്ത് യദു റജുലിൻ ബിയദിഹി, ഒരു കബീലയിൽ നിന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ കൈ പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കബീലക്കാരൻ്റെ കൈ റസൂലുള്ളാഹിന്റെ കൈയുമായി അങ്ങോട്ട് ഒട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കബീലയിലുള്ള എല്ലാ ആൾക്കാരും വന്നിട്ട് എന്നെ കൈ പിടിക്കണം എന്ന്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫലസിബത്ത് യദു അദാ ഫഖാല ഫീക്കുമുൽ ഗലൂൽ, ആ അദ്ദേഹത്തിൻ്റെ കൈ റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒട്ടിയപ്പോൾ പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിൽ മോഷ്ടാവുണ്ട് എന്ന്. ഫല്യുബായിഅനി ഖബീലത്തുക്, അതുകൊണ്ട് നിന്റെ കബീലയുടെ മുഴുവൻ ആൾക്കാരും വന്നിട്ട് എൻ്റെ കൈ മുസാഫാത്ത് ചെയ്യട്ടെ. ഫലസിബത്ത് യദു റജുലൈനി ഔ സലാസത്തിൻ ബിയദിഹി, അപ്പോൾ ആ കബീലയിൽപ്പെട്ട 2-3 ആളുകളുടെ കൈ വീണ്ടും റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചു. മോഷണം നടത്തിയ ആളുകളുടെ കൈയാണ് നബിയുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി ആ നബി പറഞ്ഞു, ഫീക്കുമുൽ ഗുലൂൽ, അതല്ലേ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിൽ മോഷണം നടത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഫജാഉ ബിറഅസി മിസ്ലി റഅസി ബഖറത്തിൻ മിനൽ ദഹബി, അപ്പോൾ സ്വർണ്ണത്താൽ ഉണ്ടാക്കപ്പെട്ടതായ പശുവിൻ്റെ തല പോലത്തെ ഒരു തലയുമായി അവർ കടന്നു വരികയാണ്. ഓ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പശുവിൻ്റെ തല പോലത്തെ ഒരു തല സ്വർണം കൊണ്ടുണ്ടാക്കണമെങ്കിൽ എത്ര ഗ്രാം, എത്ര കിലോ സ്വർണം വേണം അല്ലേ? ഒരു 5 കിലോ സ്വർണത്തിൽ നിന്ന് ചുരുങ്ങിയത് ഒരു 4 CR വിലയുണ്ട്. ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന വസ്തുവാണ് സ്വർണം എന്ന് പറയുന്നത്. അത്ര കനം തൂങ്ങുന്ന വേറൊരു വസ്തു ഉണ്ടാവില്ല. 1 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നേരിയ കട്ടി ഉണ്ടാവുള്ളൂ. കാരണം സ്വർണത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര കനമുള്ളൊരു സാധനമാണ്. അപ്പോ ഒരു പശുവിന്റെ തല എത്രയുണ്ടാകും, അത്ര വലുപ്പത്തിലുള്ള ഒരു തല, സ്വർണ്ണത്തല കട്ടുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി യൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുകയാണ്. കൈ ഒട്ടിപ്പിടിച്ച കബീലയിൽ നിന്ന് 2-3 ആളുകൾ, അത് ഉദ്ധരിച്ച ആളുകൾക്ക് ഒരു സംശയം വന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, 2 ആളുകളുടെ കൈ റസൂലുള്ളാഹിന്റെ കൈയുമായി ഒട്ടിപ്പിടിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിൽ മോഷണം നടത്തിയ ആളുണ്ട്. അങ്ങനെ അവരത് കൊണ്ടുവന്നു. ഫവളഉഹാ, ആ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് കൊടുത്തു. ഫജാഅത്തിൻ നാറു, ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നു. ഫഅക്കലത്ഹാ, ആ ഗനീമത്ത് സ്വത്ത് മുഴുവനായി വിഴുങ്ങിക്കൊണ്ടുപോയി. സുമ്മ അഹല്ലല്ലാഹു ലനൽ ഗനായിം, പിന്നീടാണ്, മുൻകാല പ്രവാചകന്മാരുടെ കാലത്ത് ഇതുപോലെ ഗനീമത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെയാണ് അല്ലാഹു തആല ഗനീമത്ത് സ്വത്ത് നമുക്ക് അനുവദിച്ചു തന്നത്. നമ്മുടെ അശക്തിയും നമ്മുടെ ളുഅഫും മനസ്സിലാക്കിയിട്ട് അല്ലാഹു തആല എന്ത് ചെയ്തു,
നമുക്ക് പിന്നീട് ഗനീമത്ത് സ്വത്ത് അനുവദിച്ചു തന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസിലെ പാഠങ്ങൾ, അല്ലാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, അത് നബിയായാലും വലിയായാലും ജിന്നായാലും ഇൻസായാലും ഒക്കെ അങ്ങനെയാണ്, ആ പ്രവാചകൻ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അല്ലാഹു തആല അത് നിർവഹിച്ചു കൊടുക്കും. സൂറത്തുൽ കഹ്ഫിലൂടെ പറയുന്നില്ലേ, 7 ഗുഹാവാസികൾ ഗുഹയുടെ ഉള്ളിൽ കയറി ഉറങ്ങുമ്പോൾ അവരുടെ ഉറക്കത്തിന് തടസ്സം വരാതിരിക്കാൻ സൂര്യന്റെ ദിശയെ മാറ്റി അല്ലാഹു തആല സഞ്ചരിപ്പിച്ചത് സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, കഴിഞ്ഞ കാലത്ത് യുദ്ധം കഴിഞ്ഞാൽ ഗനീമത്ത് സ്വത്ത് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന്, തീ ഇറങ്ങി വന്ന് വിഴുങ്ങിക്കളയാറായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു ദിവസം ഗനീമത്ത് സ്വത്ത് വിഴുങ്ങാൻ വേണ്ടി തീ വന്നിട്ട് തിരിച്ചുപോയി എന്നാണ്. അപ്പൊ കഴിഞ്ഞ കാലത്ത് പ്രവാചകന്മാർ നടത്തിയ യുദ്ധങ്ങളെല്ലാം അല്ലാഹു തആല സ്വീകരിച്ചു. ചതിയും വഞ്ചനയും മോഷണവും ഉള്ള ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. നമ്മുടെ ദൗർബല്യവും നമ്മുടെ ശേഷികേടും അല്ലാഹു തആല മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഗനീമത്ത് സ്വത്ത് അനുവദിച്ചു കൊടുത്തു. ഇതാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. അല്ലാഹു തആല വിശുദ്ധമായ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളെയും സജ്ജനങ്ങളെയും ഞങ്ങളുടെ അനന്തരക്കാരായി നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.